നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച വിഷയം മെഡിറ്റേഷൻ അഥവാ ധ്യാനം പരിശീലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അതിലൂടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റത്തെപ്പറ്റിയുമായിരുന്നു. അതിൽ ധ്യാനമെന്ന് പറയുന്നത് നമ്മളും ഈ പ്രപഞ്ചശക്തിയുമായി ഒരു നേരിട്ടുള്ള കണക്ഷൻ രൂപപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. മാത്രമല്ല നമ്മളുടെ മനസ്സ് ശുദ്ധവും ശാന്തവുമാവും എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം അതിൻ്റെ ഏകദേശം ഒരു തുടർച്ചയോണമെന്നുള്ള നമ്മളുടെയും നമ്മളുടെ ചുറ്റുമുള്ളവരുടെയും മനഃശുദ്ധി എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു രഹസ്യ വിദ്യയെപ്പറ്റിയാണ്. എന്നുവെച്ചാൽ മനഃശുദ്ധിയുടെ മാനദണ്ഡത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. പൊതുവെ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, വെള്ള വസ്ത്രം ധരിച്ചാൽ അതിൽ അഴുക്കായാൽ പെട്ടെന്ന് അറിയാൻ സാധിക്കും, എന്നാൽ കളർ ഡ്രസ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഇനി അല്പമൊക്കെ അഴുക്കായാലും കുഴപ്പമില്ല, അത് ആരും വേഗം തിരിച്ചറിയുകയില്ലല്ലോ എന്ന്. എന്നാൽ അതിനർത്ഥം കളർ ഡ്രസ്സാണ് ധരിക്കുന്നതെങ്കിൽ അതിൽ അഴുക്കാവുകയില്ല എന്നല്ല. തീർച്ചയായും അഴുക്കാവും. വെള്ളവസ്ത്രത്തിൽ എങ്ങനെയാണോ അഴുക്കാവുന്നത് അതുപോലെ തന്നെ കളർ ഡ്രസ്സിലും അഴുക്കാവും. പക്ഷേ വെള്ളയെ അപേക്ഷിച്ച് കളർ ഡ്രസ്സിലാവുന്ന അഴുക്ക് പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമാണ്. അതാണ് വ്യത്യാസം. അല്ലാതെ അഴുക്കാവാതിരിക്കാനാണ് കളർ ഡ്രസ് ഇടുന്നത് എന്നുള്ളതല്ല, മറിച്ച് അഴുക്കായാലും അത്ര പെട്ടെന്ന് ആരും അറിയാതിരിക്കാനാണ്. ഏകദേശം ഇതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനഃശുദ്ധിയും നമ്മൾ അളക്കുന്നത്. നമ്മളുടെ ഇടയിൽ പൊതുവെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള വ്യക്തിത്വമുള്ള ആളുകളെ നമ്മൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ ഒരു കൂട്ടരുണ്ട്, ചെറിയ ചെറിയ അബദ്ധങ്ങളോ തെറ്റുകളോ അവർക്ക് സംഭവിച്ചാൽ പോലും കാണപ്പെടുകയും അവരുടെ ഉള്ളിൽ ആ ഗിൽറ്റ് ഫീലിംഗ് രൂപപ്പെടുകയും ചെയ്യും. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നൊക്കെ പെട്ടെന്ന് ഫീൽ ചെയ്യും. അവരുടെ മുഖം അത് വിളിച്ചു പറയുകയും ചെയ്യും. അപ്പോൾ അത്തരക്കാരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, എന്തു പറ്റി, മുഖമൊക്കെ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നല്ലോ എന്നൊക്കെ. അതിപ്പോൾ അത്തരക്കാർക്കുണ്ടാകുന്ന ദേഷ്യമായാലും സന്തോഷമായാലും വെറുപ്പായാലും ഏത് തരം വികാരമായാലും പെട്ടെന്ന് കാണിക്കും കേട്ടോ, പെട്ടെന്ന് കാണപ്പെടും. അതുപോലെ തന്നെ അഴുക്ക് പെട്ടെന്ന് അറിയുകയും ചെയ്യും. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, ഉള്ളിൽ വെറുപ്പും പകയും വിദ്വേഷവും വൈരാഗ്യവുമെല്ലാം വെച്ചുകൊണ്ടിരിക്കും. എന്നാൽ പുറമേ കണ്ടാൽ നമുക്ക് ഒന്നും അറിയാനേ സാധിക്കുകയില്ല. ഇവരുടെ ഉള്ളിൽ ഇത്രയ്ക്കും വിഷം ഒളിപ്പിച്ചു വെച്ചാണ് നടക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുകയില്ല. എന്ന് വെച്ചാൽ ആരോടാണോ പകയും വൈരാഗ്യവും ഒക്കെ ഉള്ളത് അവർ നേരിട്ട് മുന്നിൽ വന്നാൽ പോലും യാതൊരു ഭാവമാറ്റവും കൂടാതെ അവരെ നോക്കി ചിരിച്ച് വളരെ സൗമ്യമായി പെരുമാറും. ഇതിനെയാണ് പഴമക്കാർ പറയാറുള്ളത് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പുറമേ നോക്കുമ്പോൾ വേറൊരു മുഖമായിരിക്കും, ഉള്ളിൽ ഭയങ്കര വിഷവും കറുപ്പുമായിരിക്കുകയും ചെയ്യും. പക്ഷേ ഉള്ളിൽ ആ കറുപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ വിഷം വെച്ചിട്ട് വളരെ മനോഹരമായി വെളുത്തതുപോലെ പെരുമാറും. അതാണ് വളരെ അപകടകരമായ വ്യക്തിത്വമുള്ളവർ എന്ന് പറയുന്നത്. കാരണം ഉള്ളിൽ എത്ര അഴുക്കുണ്ടെങ്കിലും അഴുക്ക് പിടിച്ചത് പുറമേ കാണിക്കാതെ പെരുമാറാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു രീതി വെച്ച് നോക്കിയാൽ എത്ര വലിയ തെറ്റുകൾ, അസത്യം, അക്രമവും ഒക്കെ ചെയ്താലും വലിയ ശതമാനം ആളുകളിലും എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഇത്രയും വലിയ അക്രമവും അസത്യവും പാപവും മോശവുമായ ഒരു കാര്യം ചെയ്തു എന്നുള്ള യാതൊരു ഫീലിങ്സും ഉണ്ടാവുകയില്ല. മാത്രവുമല്ല ചിലർ അതിലൊക്കെ അഭിമാനിക്കുകയും ചെയ്യും. ചിലരെ കണ്ടിട്ടില്ലേ, മാമ്പഴമൊക്കെ പൂളിയിട്ട് ആ കത്തി കഴുകി വെക്കുന്നത് പോലെയാണ് മനുഷ്യൻ്റെ കഴുത്തറത്തിട്ട് കത്തിയും കഴുകിയിരിക്കുന്നത്. പല ഗൗരവപ്പെട്ട കേസുകളിലും പിടിക്കപ്പെടുന്ന ആളുകളുടെ മുഖഭാവമൊക്കെ നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാറില്ലേ. എന്ന് വെച്ചാൽ മനസ്സുകൾ മരവിച്ചു പോയിരിക്കുന്നു എന്നർത്ഥം. എന്നാൽ നമുക്കൊക്കെ ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നാൽ പോലും, അല്ലെങ്കിൽ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ തന്നെ ആരുടെ അടുത്താണോ അത് സംഭവിച്ചത് അവരെ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു പരിഭ്രമമൊക്കെ ഉണ്ടാവാറില്ലേ. സാധാരണ നമ്മളുടെ ആ പരിഭവം കണ്ടാൽ തന്നെ മറ്റേ ആൾക്ക് കാര്യം പിടികിട്ടുകയും നമ്മളോട് ചോദിക്കുകയും ചെയ്യും, എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ, എന്തോ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്കത് ഒളിച്ചു വെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങൾക്ക് വെള്ളയാകാൻ അല്ലെങ്കിൽ ജീവിതത്തെ ശുദ്ധമാക്കാനുള്ള വളരെയധികം ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളവരാണ് നിങ്ങളെന്ന്. അതുകൊണ്ടാണ് ഒരു ചെറിയ അഴുക്ക് പോലും നമുക്ക് ഉള്ളിൽ വയ്ക്കാൻ കഴിയാത്തതും
നമുക്ക് അസ്വസ്ഥതയുണ്ടാവുന്നതും. ആരോടെങ്കിലും എന്തെങ്കിലും പരിഭവമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അത് അവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു തീർക്കും. അകത്തൊന്നും പുറത്ത് മറ്റൊന്നും എന്ന് കാണിക്കില്ല. അതുകൊണ്ട് നമ്മളുടെ സ്വന്തം മനസ്സിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന്. അഴുക്ക് പിടിച്ച് ഇപ്പോൾ അഴുക്കിൻ്റെ ദുർഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നോ? അതോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ, ചെറിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അത് മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിച്ചിരിക്കുമെന്നുള്ളതാണ്. നമ്മളുടെ ദേഹത്തും ഡ്രസ്സിലുമൊക്കെ അഴുക്കുകൾ പറ്റിയാൽ അത് സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലെ അഴുക്കും കഴുകിക്കളയാനുള്ള സോപ്പ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കഴുകിക്കളയണമെന്ന്, ശുദ്ധീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കഴുകിക്കളയണമെന്ന് ആഗ്രഹിക്കുന്നേ ഇല്ല എങ്കിൽ അതിനുള്ള അവസരവും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. ഇനി അഥവാ അവസരം ലഭിച്ചാലും നമ്മൾ അതിനെ തിരിച്ചറിയുകയില്ല, അഥവാ തിരിച്ചറിഞ്ഞാലും അതിനെ തട്ടിയകറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള സാഹചര്യം ഈ പ്രപഞ്ചം ഒരുക്കിയിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ അഴുക്ക് കഴുകിക്കളയാനുള്ള സോപ്പ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ക്ലീനിങ്ങിൽ സോപ്പിന് അത്രയും പ്രാധാന്യമുണ്ടല്ലോ. അതേപോലെ തന്നെ മനസ്സിലെ അഴുക്കിനെ കഴുകിക്കളയാനുള്ള സോപ്പാണ് ജ്ഞാനം അഥവാ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആത്മജ്ഞാനം അല്ലെങ്കിൽ പരമാത്മജ്ഞാനം നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. ഇത്തരത്തിലുള്ള സ്പിരിച്വൽ എഡ്യൂക്കേഷൻ സോപ്പിൻ്റെ ഗുണം ചെയ്യും. നമ്മളുടെ കംപ്ലീറ്റ് ശുചിത്വത്തിനും മനസ്സിൻ്റെ ശുചീകരണത്തിനും അത് നമ്മളെ സഹായിക്കും. കാരണം മറ്റൊന്നുമല്ല, അത് നമ്മളുടെ വിചാരധാരയെ അഥവാ ചിന്തകളെയാണ് ശുദ്ധീകരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൊറോണയുടെയൊക്കെ സമയത്ത് നമ്മളുടെ കൈകളെയും ശരീരത്തെയൊക്കെ, പ്രത്യേകിച്ച് കൈകളെ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി നമ്മൾ സ്പർശിക്കുന്നിടമൊക്കെ പെരുമാറുന്നിടമൊക്കെ ശുചിയാക്കി സൂക്ഷിച്ചു വെച്ചാൽ നമ്മൾ സേഫായി എന്നുള്ളതായിരുന്നു. അത് ശരിയല്ലേ? അണുക്കൾ ഒന്നും ബാധിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെയാണിതും. നമ്മുടെ മനസ്സിലാണ് എല്ലാം, അല്ലെങ്കിൽ എല്ലാ അണുക്കളും വന്ന് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശുചിയാക്കി സൂക്ഷിക്കേണ്ടത് നമ്മളുടെ മനസ്സ് തന്നെയാണ്. മനസ്സിൻ്റെ വിചാരധാരയുടെ ശുചീകരണത്തിന് നമ്മളെ സഹായിക്കുന്ന സ്റ്റെയിൻ റിമൂവറാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഈ ശുചിത്വം നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ അണുക്കൾ തീർച്ചയായും ഉള്ളിൽ പോകും എന്നുള്ളതാണ്. കാരണം ശരീരത്തിൽ കൈകൾ എന്നതുപോലെ മനസ്സും വിചാരങ്ങളുമാണ് എല്ലായിടത്തും പോയി ടച്ച് ചെയ്യുന്നത്. വിചാരങ്ങൾ കൊണ്ടാണ് നമ്മൾ സ്പർശിക്കുന്നത്. വിചാരങ്ങളിലൂടെയാണ് നമ്മൾ ആളുകളുമായും ഈ ലോകങ്ങളുമായും എല്ലാത്തരം ഇടപാടുകളും നടത്തുന്നത്. സങ്കല്പമാണ് സൃഷ്ടിയുടെ ആധാരം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ വിചാരതലത്തിലാണ് നമുക്ക് ശുചീകരണം കൊണ്ടുവരേണ്ടത്. അപ്പോൾ വിചാരമാകുന്ന കൈകളെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ സോപ്പ് ആത്മജ്ഞാനമാണ്. ഈ ആത്മജ്ഞാനം നമുക്ക് എവിടെയാണ് ലഭിക്കുന്നത് എന്നറിയാമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം മെഡിറ്റേഷനാണ് എന്ന്. അതേപോലെ തന്നെ ആത്മീയതയുടെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുക, ധാരാളം ബുക്കുകൾ ആത്മീയതയുമായി ബന്ധപ്പെട്ടത് വായിക്കുക, ഇങ്ങനെയൊക്കെ നമുക്ക് ആത്മജ്ഞാനം ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തിച്ചു തന്നതിൻ്റെ കാരണം, നിങ്ങൾ ആത്മജ്ഞാനം അല്ലെങ്കിൽ മനഃശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കും തീർച്ച. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിൽ ആത്മജ്ഞാനം എത്തേണ്ട അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു കാര്യം നിങ്ങളുടെ ദേഷ്യം അഥവാ ക്രോധം ആണ് എന്ന് വിചാരിക്കുക. അതിനായി ആ ഒരു പ്രത്യേക അവസ്ഥയിൽ, ക്രോധം എന്ന് പറയുന്ന ആ അവസ്ഥയിൽ ഒരു ദിവസം 10 തവണയെങ്കിലും ആ കാര്യത്തിൽ അറ്റൻഷൻ വയ്ക്കണം, അല്ലെങ്കിൽ അതിൽ ധാരണ വയ്ക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ക്രോധമാണ് നിങ്ങൾക്ക് മാറ്റേണ്ടതെങ്കിൽ അപ്പോൾ ശാന്തത, സഹനശക്തി, ക്ഷമ, ഇതിൽ ഏത് ഗുണമാണ് എനിക്ക് കുറവുള്ളത്, അത് എനിക്ക് കൈവരിക്കണം, എങ്കിലേ എന്നിലെ ക്രോധം പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അതിൽ ഒരു ദിവസം ഒരു 10 തവണയെങ്കിലും അറ്റൻഷൻ വയ്ക്കണം.
കാരണം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 10 തവണയെങ്കിലും ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും അതിൽ ധാരണ വെച്ചിരിക്കണം, ഏത് സാഹചര്യത്തിലും ഞാൻ ശാന്തത കൈവിടുകയില്ല, ശാന്തമായി പെരുമാറും. ഏത് തരത്തിലുള്ള ആൾക്കാർ വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ഫോൺ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുൻപായി മനസ്സിൽ കരുതി വയ്ക്കണം, അവർ എങ്ങനെ പെരുമാറിയാലും എന്തു പറഞ്ഞാലും ഞാൻ എൻ്റെ ശാന്തത കൈവിടുകയില്ല എന്ന്. ഞാൻ ശാന്തനായി തന്നെ മറുപടി പറയും എന്ന്. ശാന്തിയുടെ അസാധാരണമായ ശക്തിയെ ഞാൻ ഉപയോഗിച്ചിരിക്കുമെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കാണാൻ പോവുകയാണ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ പോകാൻ ഇറങ്ങുന്നതിന് മുൻപേ തീരുമാനമെടുത്തിട്ട് പോകണം, അയാൾ എന്തു പറഞ്ഞാലും ഞാൻ ശാന്തനായേ മറുപടി പറയൂ, പ്രതികരിക്കൂ എന്ന്. ഇത്തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ സ്വാഭാവികമായും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. ശാന്തത എന്നത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരും. മാത്രമല്ല, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോകുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും എന്നോട് നല്ല രീതിയിൽ മാത്രമേ പെരുമാറൂ, ഞാനും തിരിച്ച് അങ്ങനെ പെരുമാറൂ, ഞാൻ പോകുന്ന കാര്യം എല്ലാം ഭംഗിയായി നടന്നിരിക്കും എന്ന് മനസ്സിൽ സങ്കല്പം ചെയ്തു പോവുക. അപ്പോൾ അങ്ങനെ തന്നെയേ സംഭവിക്കൂ എന്നുള്ളതാണ്. അതും ആത്മജ്ഞാനം വഴി, മനഃശുദ്ധി വഴി ലഭിക്കുന്ന ഗുണമാണ്. ഇത്തരത്തിൽ സ്വന്തം മനഃശുദ്ധി എത്രത്തോളം ഉണ്ട്, ഞാൻ ഏത് തരക്കാരനാണ് എന്ന് സ്വയം തിരിച്ചറിയാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടടുത്ത് വരുത്താൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.